നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പദശുദ്ധി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പദശുദ്ധിയിൽ ഒരേപോലെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കുറച്ച്, ഇപ്പോൾ ആവൃത്തി, പ്രവൃത്തി, നിവൃത്തി അല്ലേ, അങ്ങനെ ഓരോരോ സെക്ഷൻ ആവർത്തിക്കുക, പ്രവർത്തിക്കുക, നിവർത്തിക്കുക, ഓരോ സെക്ഷൻ തിരിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പം പിന്നെ ചവച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇച്ഛ, അച്ഛൻ, മുഖഛായ, പ്രതിച്ഛായ, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമ്മും ത്വം തമ്മിലുള്ള, ഇപ്പോൾ തത്വം എന്നുള്ളത്, അടിമത്തം എന്നുള്ളത്, ഇതൊക്കെ തമ്മിലുള്ള ആ ഒരു, അപ്പോൾ ഒരേപോലെയുള്ളത് നമ്മൾ എന്താണ് തിരിച്ച് എഴുതിയേക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഇത് നിങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുവാണെങ്കിൽ, ഈ PDF ചോദിക്കുന്നതിൽ നല്ലത് നിങ്ങൾ ഒരു തവണയെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരേപോലെയുള്ളതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിടുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഓരോരോ വാക്കുകൾ കിട്ടും. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്കുകളൊക്കെ പഠിക്കുമ്പോൾ ഓരോ എക്സ്ട്രാ വാക്കുകൾ കിട്ടുമ്പോൾ അതും അതിൻ്റെ കൂടെ ചേർത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് ഏതാണ്? അടിമത്തം. എപ്പോഴും ചോദിക്കാറുള്ളതാണ് അടിമത്വം തന്നിട്ട് അല്ലേ. ത്വം അല്ല, തമ്മാണ് അടിമത്തം. ത്വം എന്ന് പറയുന്നത് എന്താ? നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ത്വം എന്ന് പറയുന്നത്, തനി മലയാളമാണെങ്കിൽ അത് തം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് അടിമത്തം. പിന്നെയോ ഓമനത്തം, കുട്ടിത്തം, കേമത്തം, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. ഓമനത്തം, കുട്ടിത്തം, കേമത്തം അല്ലേ. പിന്നെയുള്ളത് ജന്മിത്തം, പങ്കാളിത്തം. പിന്നെ ഏതാണ്? മുതലാളിത്തം. ജന്മിത്തം, പങ്കാളിത്തം, മുതലാളിത്തം. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കാതെ ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് തെറ്റുണ്ടോ എന്നുള്ള മനസ്സിലാവുമല്ലോ. പിന്നെ ഏതാണ്? വഷളത്തം, വങ്കത്തം, ആണത്തം, ഉത്തരവാദിത്തം, കണ്ടുപിടുത്തം. ഇവിടെ കണ്ടുപിടുത്തം ത്വം എന്നുള്ളതായിരിക്കില്ല നമുക്ക് തെറ്റുന്നത്. ഏതായിരിക്കും? കണ്ടുപിടുത്തം എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ തരും അല്ലേ. കണ്ടുപിടുത്തം എന്ന് തരും. അപ്പം നമ്മൾ ഏതാ? കണ്ടുപിടുത്തമല്ല, പിടുത്തം. കണ്ടുപിടി എന്നല്ലേ പറയുക, കണ്ടുപിടൂ എന്നല്ലല്ലോ കണ്ടുപിടുത്തം. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കണം. അങ്ങനെയായിരിക്കും അതിൽ ഈ പദശുദ്ധിയിൽ തരുന്ന ഓപ്ഷൻസിൽ ആ സംഭവമായിരിക്കും കൂടുതലായിട്ട് നോക്കുന്നത്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നത് കാടത്തം, കാട്ടാളത്തം. ഇപ്പം ഒന്നും കൂടി നോക്കാം. അടിമത്തം, ഓമനത്തം, കുട്ടിത്തം, കേമത്തം, ജന്മിത്തം, പങ്കാളിത്തം, മുതലാളിത്തം, വഷളത്തം, വങ്കത്തം, ആണത്തം, ഉത്തരവാദിത്തം, കണ്ടുപിടുത്തം, കാടത്തം, കാട്ടാളത്തം. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എല്ലാവരും എഴുതി നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഇച്ഛ, അച്ഛൻ അങ്ങനെ പഠിച്ചില്ലേ, അതേപോലെ തന്നെയുള്ള ഇച്ഛ വരുന്ന, ഇപ്പോൾ പശ്ചാത്താപം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് ഇതുപോലെ ഒരുമിച്ചാക്കി പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഈ മുതലാളിത്തമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മുതലാളിത്തം ഒരു തമ്മാണോ, കുറച്ചും കൂടി ഒരു ഭംഗിയാക്കിയിട്ട് നമുക്ക് ത്വമൊക്കെ കൊടുക്കാൻ തോന്നും. പക്ഷേ ശ്രദ്ധിക്കുക, ഏതാണ്? മുതലാളിത്തമാണ്, മുതലാളിത്തം. അപ്പം നമ്മൾ തം വച്ചിട്ടുള്ളതാണ് കണ്ടത്. ഇനി നോക്കി അടുത്തത് തത്വം എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തത് അധികം ത്വം. ഇതാണ് തത്വം എന്ന് പറയുന്നത്. തത് അധികം ത്വം ആണ് തത്വം. പിന്നെ മഹത്വം ഒക്കെ എങ്ങനെ പിരിച്ചെഴുതുന്നത്? മഹത് അധികം ത്വം, അതാണ് മഹത്വം. നമ്മൾ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ തത്വം പിരിച്ചെഴുതുന്ന നോക്കണം കേട്ടോ. മഹത്വമൊക്കെ പിരിച്ചെഴുതുന്ന പഠിക്കണം. തത്വം തത് അധികം ത്വമാണ്. മഹത് അധികം ത്വമാണ്. പിന്നെ ദ്വിത്വം, അസ്തിത്വം. ഓക്കെ, അസ്തിത്വം അല്ലേ, അസ്തിത്വമാണ്. പിന്നെ ആഢ്യത്വം, അരാജകത്വം, സ്വത്വം, ഐഡൻറ്റിറ്റി, ആ ഒരു അർത്ഥം വരുന്നതാണ് സ്വത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് ത്വം എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ത്വം എന്ന് പറയുന്നതിലാണ് ഈ കാര്യം വരുന്നത്. പിന്നെ എന്താണ് ഈ ത്വം വരുന്ന വേറെ, ഇപ്പം എന്താണ് വേറെ 2-3 കൂടി നമുക്ക് നോക്കാം. ഇപ്പം ബഹുഭാര്യത്വം അല്ലേ, ബഹുഭാര്യത്വം. ഇവിടെ ചിലപ്പോൾ എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാര്യാത്വം എന്ന് ചിലപ്പോൾ തരും. അതായത്
ബഹുഭാര്യാത്വം എന്ന് തരും. ഇത് തെറ്റാണ്. ശരിക്കുള്ളത് ഏതാണ്? ബഹുഭാര്യത്വമാണ്. ബഹുഭാര്യത്വം. അപ്പോൾ അത് ഏതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാം? ത്വം എന്നതിൽ പഠിക്കാം അല്ലേ? ബഹുഭാര്യത്വം എന്ന് പഠിക്കാം. പിന്നെ പ്രായച്ചിത്തം. പ്രായച്ചിത്തം നമുക്ക് തം എന്ന രീതിയിൽ എഴുതാം. പക്ഷേ ശരിക്കും പ്രായച്ചിത്തം എങ്ങനെയാണ് വരുന്നത്? പ്രായച്ചിത്തത്തിൻ്റെ പദശുദ്ധി ചോദിക്കുമ്പോൾ ഇതൊരെണ്ണം, പിന്നെയോ ഇതൊരെണ്ണം, രണ്ടെണ്ണം, ഒരെണ്ണം കൂടി എഴുതാം. ഇങ്ങനെ 3 ഓപ്ഷൻ. ഇതിലേതായിരിക്കും കറക്റ്റ്? പ്രായച്ചിത്തം, പ്രായശ്ചിത്വം. ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി, പ്രായശ്ചിത്തം അല്ലേ? ഓപ്ഷൻ ബി ആണ്, പ്രായശ്ചിത്തമാണ് കറക്റ്റായിട്ട് വരുന്നത്. പ്രായശ്ചിത്തം. അപ്പോൾ തം പഠിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം. പക്ഷേ ശരിക്കും ഇതിൽ ചോദിക്കുന്നത് ശരിക്കും ഈ ഇച്ഛ, ഈ സ്ഥലത്ത് എന്താണ് എന്ന രീതിയിലാണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഈ ഇച്ഛ, ഇത് വരുന്ന അച്ഛൻ, ആ ഒരു രീതി വരുന്ന എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വരുന്നത് ഏതൊക്കെയാണ്. ഓക്കെ, ഈ ഷ പ്ലസ് ട അത് വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് അടുത്ത ക്ലാസ് ആയിട്ട് ചെയ്യാം. കുറച്ചധികം വാക്കുകൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഒരു 10 മിനിറ്റത്തെ ക്ലാസ്സേ ഇതുള്ളൂ, 5-10 മിനിറ്റ് ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് എഴുതി നോക്കുക, എഴുതി നോക്കിയിട്ട് പഠിക്കാം. പിന്നെ ഇത് തന്നെ നമുക്ക് ചേർത്തെഴുതുക, അതോടൊപ്പം തന്നെ പിരിച്ചെഴുതുക പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എങ്ങനെയൊക്കെയാണ് ഇത് പിരിച്ചെഴുതുന്നത് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ കുറച്ചും കൂടി. പിന്നെ ത്യം വരുന്നത് ഇപ്പോൾ പശ്ചാത്യം അല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പദശുദ്ധി നമ്മൾ ഇങ്ങനെ തിരിച്ച് തരുന്നത് അത് ഒരേപോലെ ഉള്ളത് നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓമനത്തം, കുട്ടിത്തം, കേമത്തം അതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കും. ഒരു കുട്ടിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? വഷളത്തം, പിന്നെ ആണത്തം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ളത് ഒരുമിച്ചാക്കി തരുന്നത് അങ്ങനെ പഠിക്കാനാണ്. ഈ പദശുദ്ധി നമ്മളൊരു കുറച്ച് കഴിയുമ്പോൾ ഈ പദശുദ്ധി മാത്രമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാം നടത്താം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളിത് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എഴുതി പഠിച്ചാലാണ് ഇത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൽ തന്നെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ, അന്ന് നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്? ഈ ഇച്ഛയുടെ കൂടെ പഠിച്ചതിൽ തുച്ഛം അല്ലേ? തുച്ഛത്തിൽ വരുന്നുണ്ട്, ഇച്ഛയാണ്. പിന്നെ ഏതാണ്? ശിരച്ഛേദം, ഛേദിക്കുക അല്ലേ? ശിരച്ഛേദമാണ്. അത് നമുക്ക് ഏതിൽ പറയാം? ഇതിൽ തന്നെ പറയാവുന്നതാണ്, ശിരച്ഛേദം. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ നമ്മൾ ഓരോരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ വരുന്ന കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസും കൂടി ഇട്ടിട്ട് വേണം നിങ്ങളിത് എഴുതിയെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ടൈം ടേബിൾ ഓൾറെഡി നമ്മൾ ടെലഗ്രാമിൽ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ പറ്റുന്നവർക്ക് അത് പഠിക്കുകയും ചെയ്യുക. നമ്മൾ ടൈം ടേബിളിൽ പിന്നെ ഒരു കാര്യം പറയട്ടെ, SCERT കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ ടൈം ടേബിളിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ SCERTയിൽ നമ്മൾ എന്ത് പഠിക്കുന്നു, അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ 9ാം ക്ലാസ്സിൽ അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റാങ്ക് ഫയലിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, റാങ്ക് ഫയലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗേഡോ എന്തായിക്കോട്ടെ, ആ ഒരു ഭാഗം നിങ്ങൾ വായിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ SCERTയും റാങ്ക് ഫയലും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അതാണ് SCERT ഫോക്കസ് ചെയ്തിട്ട് SCERTയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ SCERT ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് റാങ്ക് ഫയലിൽ അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ കിട്ടും, അത് പഠിക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പഠിക്കേണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്